കല്ലേറ്റിങ്കിരിയിലെ PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. നമ്മൾ ചാപ്റ്റർ ദ മിസ്റ്റീരിയസ് പിക്ചർ ആണ്. ഫസ്റ്റ് ലെസൺ ആണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. അതിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു ടിൽ ആണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. ഹീസ് എ കോട്ട് പെയിന്റർ. ഹി ഈസ് അപ്പോയിന്റഡ് ആസ് എ കോട്ട് പെയിന്റർ അല്ലേ. പാഠം തുടങ്ങിയപ്പോ അവൻ കോട്ട് പെയിന്റർ അല്ല, പക്ഷെ അവൻ വന്നു ആർച്ച് ഡ്യൂക്കിനെ കണ്ടു ആൻഡ് ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ കോട്ട് പെയിന്റർ. ഇപ്പൊ അവനെ കോട്ട് പെയിന്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. കോട്ട് പെയിന്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് അവനോട് കിങ് ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. വാട്ട് ഈസ് ദ തിങ്, വാട്ട് ഈസ് ദ പിക്ചർ ദാറ്റ് ഹി വാസ് ആസ്ക്ഡ് ടു പെയിന്റ്? എന്തായിരുന്നു ആ രാജാവ് ആവശ്യപ്പെട്ട ആദ്യത്തെ പിക്ചർ? ടു ഡു ഹിസ് ഓൺ പിക്ചർ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡോൺ ദ വാൾ വിത്ത് ഹിസ് അവന്റെ മുൻഗാമികളുടെ കൂടെ അവന്റെ ഫോട്ടോ വെക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ്? ടു ഹിസ് ഡിസെൻഡൻസ്, അവന്റെ പിൻഗാമികൾക്ക് വേണ്ടി. മുൻഗാമികളുടെ ഒപ്പം അവന്റെ പടം വെക്കണം. ആർക്ക് വേണ്ടിയിട്ട്? അവന്റെ പിൻഗാമികൾക്ക്, അവന്റെ ഡിസെൻഡൻസ്, അവന്റെ പിന്നിൽ വരണ എന്ന് വെച്ചാൽ അവന് ശേഷം എന്ന ആളുകൾക്ക് അവനെ കുറിച്ച് അറിയാൻ, അവനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ടില്ല് പറഞ്ഞു എന്താണ്? ഒറ്റയ്ക്ക് വരച്ചാ പോരാ, ടില്ല് തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഓൾ ദ കോർട്ടിയേഴ്സ് അല്ലെ, ഡ്യൂക്കും ഡച്ചസും പിന്നെ അവളുടെ ലേഡീസും കോർട്ടിലുള്ള എല്ലാ കോർട്ടിയേഴ്സും എല്ലാവരും അടക്കമുള്ള ഒരു ഫോട്ടോ ആണ്, ഒരു പിക്ചറാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞു. ഡ്യൂക്ക് സമ്മതിച്ചു, അതിനുള്ള റിവാർഡും കൊടുത്തു. വാട്ട് ഇസ് ദ റിവാർഡ് ദാറ്റ് ഹി വാസ് ഗിവൺ? എത്ര വേണമെന്ന് ടില്ല് ആവശ്യപ്പെട്ടു. ടില്ലിനോട് ചോദിച്ചു യു ക്യാൻ ഡിമാൻഡ്. അവൻ പറഞ്ഞു എനിക്ക് 100 ഗോൾഡ് പീസസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് കിങ് അത് എടുത്തു കൊടുത്തു. 100 ഗോൾഡ് പീസസ് കൊടുത്തു അല്ലേ. ഈ 100 ഗോൾഡ് പീസസ് കിട്ടിയപ്പോ അവൻ പറയണേ യു ആർ ദ നോബിൾ, അല്ലെങ്കിൽ യു ആർ ദ ഗുഡ് മാസ്റ്റർ. കാരണം പണിയെടുക്കുന്നതിന് മുൻപേ അഡ്വാൻസ് ആയിട്ട് ഫുൾ എമൗണ്ട് കൊടുക്കുകയാണ്. നല്ലൊരു മാസ്റ്റർ ആണ് അല്ലെ. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പടം വരയ്ക്കാൻ നേറ്റു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മുടെ സ്റ്റോറിയുടെ സമ്മറിയാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ വാട്ട് ഹാപ്പൻ? ഹി വാസ് ആസ്ക്ഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു കം ആൻഡ് ടു സീ ഹിം. എന്തിനു വേണ്ടിട്ടാ? ബിക്കോസ് ഹി വാണ്ടഡ് ടു പെയിന്റ് ദെയർ പിക്ചർ. അവരുടെ പിക്ചർ വരയ്ക്കണമെങ്കിൽ അവരെ കാണണം. അപ്പൊ അവരോട് എല്ലാവരോടും വരാൻ പറയാണ്. ആൻഡ് they all came one by one. ഓരോരുത്തരായിട്ട് അവര് വന്നു. കിട്ടിയല്ലായിരിക്കും. അങ്ങനെ വന്നു അവര്. ആരൊക്കെ വന്നു? എല്ലാരും വന്നു. പക്ഷെ നമ്മൾ ഇവിടെ 3 പേരെ കുറിച്ച് പെർട്ടിക്കുലർ ആയിട്ട് പറയുള്ളൂ. അവരുടെ ഫീച്ചേഴ്സ് പറഞ്ഞു, അവർ കൊടുത്ത വാർണിംഗും പറഞ്ഞു ഇല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആരൊക്കെ 3 പേര് വന്നത്. ഫസ്റ്റ് വൺ ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. അയാൾ എന്താ പറഞ്ഞത്? അയാൾ എന്താണ് അയാളുടെ ഫീച്ചർ? ഷോർട്ട് ആണ്, ഫാറ്റ് ആണ്, ബാൾഡ് ആണ്, പിന്നെ നല്ല കൊടന്ത വയറ് അല്ലെ, എനോമസ് ആയിട്ടൊരു പോഞ്ചാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്നെ എങ്ങനെ വരയ്ക്കണമെന്ന്. നല്ല ഹാൻസം, നല്ല ഭംഗിയായി, എന്റെ വയറൊക്കെ നല്ല ഒട്ടിയ നല്ല ഭംഗിയുള്ളതായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുത്തു. എന്താ അവൻ കൊടുത്ത വാർണിംഗ്? ഐ വിൽ ബി ഹാങ് യു. തൂക്കിക്കൊല്ലുന്നു. രണ്ടാമത് വന്നതാണ് എൽഡർലി ലേഡി. എൽഡർലി ലേഡി എന്താ ആവശ്യപ്പെട്ടത്? അവളുടെ ചെറുപ്പത്തിൽ അവൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ ഇപ്പൊ പ്രായമായി, പക്ഷെ ആ നരച്ച മുടിയൊക്കെ കളഞ്ഞ് അവളെ എങ്ങായിട്ട് വരയ്ക്കണം. പിന്നെ അവളുടെ പുറത്തൊരു ഹമ്പുണ്ട്. ആ ഹമ്പ് എന്താ? ഒരു കൂല് പുറത്തുണ്ട്. അത് കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ ഷി വിൽ കട്ട് ഹിം ഇൻടു പീസസ്, കഷ്ണങ്ങളാക്കി നോക്കും എന്ന് പറഞ്ഞാൽ കൊല്ലും തന്നെയാണ്. മൂന്നാമത് വന്നത് യങ് ലേഡിയാണ്. അവൾ പോയിട്ട് തൊട്ട് പുറകെ ഓടി വന്നു. ആര്? മൂന്നാമത്തത് ഒരു യങ് ലേഡി. നല്ല ഭംഗിയുള്ളതാണ്, പ്രറ്റിയാണ്, യങ്ങാണ്. പക്ഷെ അവൾക്കും ഉണ്ടായിരുന്നു ഒരു വീക്ക്നെസ്. എന്താ? അവളുടെ മുൻപിലുള്ള പല്ല് 3 ഇറ്റ് വാസ് ലോസ്റ്റ് ഇൻ ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റിലെ ഈ പല്ല് മുൻവശത്തെ 3 പല്ല് പോയി. അപ്പൊ അവള് പറഞ്ഞു ഇപ്പൊ പടം വരയ്ക്കുമ്പോ ആ പല്ലില്ലാണ്ട് എന്നിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വികൃത രൂപം, എന്റെ ഭംഗി കാണില്ല. അതുകൊണ്ട് അവിടെ നല്ല പേളി ടീത്ത്, പേള് പോലെ തിളങ്ങുന്ന നല്ല പല്ല് എനിക്ക് വെച്ച് തരണം. ആ പടത്തിൽ എനിക്ക് വെക്കണം. അതായത് പല്ല് കൂടെ വെച്ച് പിടിപ്പിക്കാനല്ല, ആ പടത്തിൽ എനിക്ക് നല്ല പേൾ പോലെ തിളങ്ങുന്ന നല്ല പല്ല് അവിടെ 3 ഉണ്ടാവണം. അപ്പൊ എന്നെ ഭംഗിയുള്ളതാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അങ്ങനെ എല്ലാവരും വന്നു ഓരോ വാർണിംഗ് കൊടുത്തു. അവസാനം കിങ് വന്നിട്ടും ഒരു വാർണിംഗ് കൊടുത്തു. എന്താ കിങ് പറഞ്ഞേ? കിങ് പറഞ്ഞത് യു മസ്റ്റ് പെയിന്റ് എവരി വൺ, എല്ലാവരെയും ആസ് ഐ സീ ദം, ഞാൻ അവരെ എങ്ങനെ കാണണോ അതുപോലെ വരയ്ക്കണമെന്ന്. അല്ലെങ്കിൽ ഐ വിൽ കിൽ യു ആസ് എ
പിഗ്, പന്നീനെ സ്ലോട്ടർ ചെയ്യണം, കൊല്ലണ പോലെ. പന്നീനെ എങ്ങനെയാ കൊല്ലുക? അടിച്ചു കൊല്ലും അല്ലെ? അതുപോലെ ഞാൻ അടിച്ചു കൊല്ലും. ടിൽ കൂളി തോട്ട് തിങ്സ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്. അപ്പൊ ഇവരെല്ലാവരും പോയി കഴിഞ്ഞു. ടിൽ കൂളി ശാന്തനായിട്ട് തോട്ട് തിങ്സ്, അവരെല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുകയാണ്. ഓവർ ആൻഡ് ഓവർ ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, തന്നെത്താൻ അവൻ പറയണേ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി അവൻ ചിന്തിച്ച് ഓരോരുത്തരും വരുന്നത് അവനിങ്ങനെ പറയണത് ഇതെല്ലാം അവൻ ചിന്തിച്ചിട്ട് അവസാനം എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് അവനൊരു തീരുമാനത്തിലെത്തി. വാട്ട് ഇസ് ദ തിങ് ദാറ്റ് ഹി തോട്ട്? If I paint this picture, ഈ പിക്ചർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ I shall certainly be killed. എന്നെ എന്ത് ചെയ്യും? I shall certainly be killed. എന്നെ കൊല്ലും എല്ലാവരും. ആരെങ്കിലും ആരായാലും കൊല്ലും അല്ലെ? ഒന്നില്ലെങ്കിൽ രാജാവ് കൊല്ലും, അല്ലെങ്കിൽ ഇവരെ ഭംഗിയിൽ വരച്ചില്ലെങ്കിൽ ഇവര് കൊല്ലും. ഇവരെ ഭംഗിയിൽ വരച്ചാൽ അപ്പൊ ശരിക്കുള്ള പടമല്ലല്ലോ, അപ്പൊ ആര് കൊല്ലും? രാജാവ് കൊല്ലും. അപ്പൊ എങ്ങനെയായാലും പടം വരച്ചാൽ I will be killed, ഞാൻ കൊല്ലപ്പെടും. Either the archduke, ഒന്നില്ലെങ്കിൽ ആര് കൊല്ലും? ആർച്ച്ഡ്യൂക്ക് will have been slaughtered like a pig. എന്ത് ചെയ്യും? ആർച്ച്ഡ്യൂക്ക് എന്നെ എന്ത് ചെയ്യും? slaughtered like a pig, പന്നീനെ കൊല്ലണ പോലെ അടിച്ചു കൊല്ലും. for having disobeyed him. ആർച്ച്ഡ്യൂക്കിനെ disobeying, അനുസരിക്കാത്തതിന്റെ പേരിൽ എന്നെ കൊല്ലും. or the courtiers will have been murdered for painting them. അതല്ലെങ്കിൽ courtiers എന്നെ കൊല്ലും. പെയിന്റിംഗ് ദം ആസ് ദേ റിയലി ആർ, അവരെങ്ങനെയാണോ അതുപോലെ വരച്ചാൽ കോർട്ടിയേഴ്സ് എന്നെ കൊല്ലും. ഇനി അവരെ നല്ല ഭംഗിയിൽ വരച്ചാൽ കിങ് കൊല്ലും. കാരണം എന്താണ്? ബിക്കോസ് ഹി ഡിസൊബേഡ് ദ കിങ് അല്ലെ? കിങ്ങിനെ അവൻ ഡിസൊബേ ചെയ്തതിന്റെ പേരിൽ അവനെ കൊല്ലും. ഇൻ ഐദർ കേസ് ഐ ആം ടു ഡൈ. എന്തായാലും ഐദർ കേസ് രണ്ടായാലും ഞാൻ കൊല്ലപ്പെടും. വാട്ട് ആം ഐ ടു ഡു? ഇനി ഞാൻ എന്ത് ചെയ്യും? Perhaps it is wiser not to paint this picture at all. അപ്പൊ അവൻ ഒരു തീരുമാനത്തിലെത്തി. എന്താ അവൻ തീരുമാനത്തിലെത്തിയത്? Not to paint at all. ഈ പിക്ചർ പെയിന്റ് ചെയ്യണ്ട എന്ന് അവൻ തീരുമാനിച്ചു. കാരണം ഈ പടം വരച്ചാൽ ഇവരൊക്കെ ഭംഗിയിൽ വരച്ചില്ലെങ്കിൽ ഇവര് കൊല്ലും. ഇവരെ ഭംഗിയിൽ വെച്ചാൽ ഡ്യൂക്ക് കൊല്ലും. ബിക്കോസ് ഹി ഡിസൊബേഡ് ദ ഡ്യൂക്ക്. ഡ്യൂക്കിനെ ഡിസൊബേ ചെയ്തു, അനുസരിക്കാത്തതിന്റെ പേരില് ഡ്യൂക്ക് എന്താ പറഞ്ഞത്? അതുപോലെ തന്നെ വരയ്ക്കണം. ഇപ്പൊ ഞാൻ അവരെ എങ്ങനെ കാണുന്നു അതുപോലെ വരയ്ക്കണമെന്ന്. അങ്ങനെ വരച്ചില്ലെങ്കിൽ അവരെന്നെ കൊല്ലും. അവരെ നല്ല ഭംഗിയിൽ വരച്ചാൽ ആര് കൊല്ലും? കിങ് കൊല്ലും. അതുകൊണ്ട് ഹി ഡിസൈഡഡ് ഇൻ ബോത്ത് കേസ്, രണ്ട് കേസ് ആയാലും ഐ വിൽ ബി കിൽഡ് അല്ലെ? ഐദർ കിങ് ഓർ ദ കോർട്ടിയേഴ്സ്. ഒന്നില്ലെങ്കിൽ കിങ് കൊല്ലും, അല്ലെങ്കിൽ കോർട്ടിയേഴ്സ് കൊല്ലും. ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം, ഹി ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക്, ആർച്ച്ഡ്യൂക്കിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഫോർ ദ ഹാൾ വെയർ ഹി വാസ് ടു പെയിന്റ് ദ പിക്ചർ. പിറ്റേ ദിവസം അപ്പൊ അവൻ മനസ്സിൽ തീരുമാനിച്ചു ഇനി പടം വരയ്ക്കേണ്ടാന്ന്. പക്ഷെ പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റു അവൻ ആർച്ച്ഡ്യൂക്കിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ഞാൻ വരയ്ക്കേണ്ടത്? സ്ഥലം എന്താ? ചുമര് കാണിച്ചു തരണ്ടേ? ഏത് ചുമരിലാണ് ഞാൻ വരയ്ക്കേണ്ടതെന്ന്. ഹി വാസ് ഷോൺ എ ലാർജ് റൂം, വലിയൊരു റൂമിലേക്ക് അവനെ കൊണ്ടുപോയി. വിത്ത് എ ബെയർ വാൾസ്, ചുമര് ഒരു ബെയർ ആയിട്ടുള്ള ശൂന്യമായിട്ട് ഒന്നുമില്ലാത്ത ഒരു ചുമര് കാണിച്ചു കൊടുക്കുകയാണ്. ടിൽ ആസ്ക്ഡ് ഫോർ ദ തിക്ക് കർട്ടൻസ് ടു ബി ഹങ്. ടിൽ പറയാണ് എന്ത് വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ചുമര്. അപ്പൊ ആ ചുമര് അങ്ങനെ ഇട്ടാൽ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് ചെയ്യണം? ഒരു കർട്ടൻ ഇട്ട് തരണം, ഞാൻ വരയ്ക്കുന്നത് കാണരുത് അല്ലെ? എനിക്കൊരു കർട്ടൻ ഇട്ട് തരണം. കർട്ടൻ ടു ബി ഹങ് ഓൺ ദ വാൾ. ആ ചുമരും എന്തിടാൻ? ഒരു കർട്ടൻ ഇടാൻ. ഹി വാണ്ടഡ് ഹിസ് പെയിന്റിംഗ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. എന്താ കാരണം അവൻ പറഞ്ഞത്? ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. ഫ്ലൈ പ്രാണികൾ, ആൻഡ് ഡസ്റ്റ് പൊടി. ഞാൻ വരയ്ക്കുന്ന പടത്തുമേ പ്രാണികൾ വന്നിരിക്കരുത്, അതുപോലെ തന്നെ ഡസ്റ്റ് പൊടി വന്ന് പറ്റി പിടിക്കരുത്. ഇങ്ങനെ തുറന്നു കിടന്ന പൊടിയൊക്കെ വരില്ലേ? അപ്പൊ പൊടി പറ്റി പിടിച്ചാൽ ആ പെയിന്റിങ് ചീത്തയാവും. അപ്പൊ അതിമേ ഡസ്റ്റ്, പൊടിയും ഫ്ലൈസും വന്നിരിക്കാതിരിക്കാൻ, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ എനിക്കൊരു കർട്ടൻ ഹാങ് ചെയ്തു തരണമെന്ന്. കിട്ടിയോ? അപ്പൊ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഡേ ഹി ആസ്ക്ഡ് ദ കിങ്. റൂം കാണിച്ചു കൊടുത്തു, ചുമര് കാണിച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്താ ആവശ്യപ്പെട്ടത്? വാട്ട് ഈസ് ഹി ആസ്ക്ഡ് ദ കിങ്? ടു ഹാങ് എ കർട്ടൻ. ഒരു കർട്ടൻ തൂക്കിയിടാൻ പറഞ്ഞു ചുമരുമേ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്നും അവൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ഒരു കർട്ടൻ എടുത്ത് മറക്കണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ആരിൽ നിന്ന് രക്ഷപ്പെടാനാ? ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. പഠിക്കുക എന്താ? ഫ്ലൈസ് പ്രാണികളും, പിന്നെന്താണ്? ഡസ്റ്റ് പൊടിയും ഒക്കെ അതിൽ വന്നിരിക്കാതിരിക്കാൻ. ഹി ഓൾസോ ആസ്ക് ഫോർ 3 അസിസ്റ്റൻസ്. പിന്നെയും അവൻ ആവശ്യപ്പെട്ടു
ഒന്നാമത്തെ കാര്യം പറഞ്ഞു ഒരു കർട്ടൻ ഇട്ട് തരണം. പിന്നെ രണ്ടാമത് പറഞ്ഞു 3 അസിസ്റ്റൻസിനെ വല്ല, കാരണം എനിക്ക് പെയിന്റ് ഒക്കെ കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്യാനൊക്കെ ആളുകളുടെ സഹായികൾ വേണം. 3 അസിസ്റ്റൻസ് വേണം ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിംഗ് ദ കളേഴ്സ്. കളറൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വരയ്ക്കുമ്പോഴേക്കും കളറുകൾ ഇങ്ങനെ ഓരോരുത്തർ മിക്സ് ചെയ്ത് തരണം. അതിന് 3 അസിസ്റ്റന്റ്മാരും വേണം. The Archduke gave him all that he asked for. അവൻ ആവശ്യപ്പെട്ടതെല്ലാം ആർച്ച്ഡ്യൂക്ക് കൊടുത്തു. അപ്പൊ എന്തൊക്കെയാണ് അവൻ ആവശ്യപ്പെട്ടത്? അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? നെക്സ്റ്റ് ഡേ വാൾ കണ്ടപ്പോ അവൻ ആവശ്യപ്പെട്ടു, ഫസ്റ്റ് തിങ് ദാറ്റ് ഹി വാസ് ആസ്ക്ഡ് ടു ഹാങ് ദ കർട്ടൻ. എന്താണ് അവൻ ആവശ്യപ്പെട്ടത്? ടു ഹാങ് ദ കർട്ടൻ, കർട്ടൻ ഇടാനായിട്ട് ഒരു കർട്ടൻ ഇട്ട് തരാൻ പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തിൽ നിന്ന് പ്രൊട്ടക്ട് കിട്ടാൻ, എന്തിൽ നിന്ന് സംരക്ഷണം കിട്ടാനാണ്? ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. അടുത്ത രണ്ടാമത് അവൻ ആവശ്യപ്പെട്ടു 3 അസിസ്റ്റൻസിന്. അതും എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാ? ആദ്യം ഒരു കർട്ടൻ ഇടാൻ പറഞ്ഞത് ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ് ഇത് രക്ഷപ്പെടാൻ. പിന്നെ പറയാണ് 3 അസിസ്റ്റൻസിന് വേണം. എന്തിനാണ്? ടു മിക്സ് ദ കളേഴ്സ്, കളറുകൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർച്ച്ഡ്യൂക്ക് 2 കാര്യം ചെയ്തു കൊടുത്തു. അടുത്ത പാരഗ്രാഫ് നോക്കാം. For the 30 days Till and his assistants feasted themselves on the choicest dishes and they drank the finest wine. എത്ര ദിവസം അവർ ചെയ്തു? For 30 days. 30 days 30 ദിവസം, ഒരു മാസമാണ്. 30 ദിവസമാണ് ഒരു പടം വരയ്ക്കാൻ എടുത്തു. ടില്ലും എത്ര അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു? 3 അസിസ്റ്റൻസ് അല്ലെ? ടിൽ ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ഫീസ്റ്റഡ് themselves, പടം വരയ്ക്കുകയായിരുന്നു അവര്. They feasted. ഫീസ്റ്റ് എന്താ? വിരുന്ന് സൽക്കാരം themselves on the choicest dishes. അവർക്ക് രാജാവ് കൊടുക്കുന്ന ഭക്ഷണമല്ല, ചോയ്സസ്റ്റ് ഡിഷ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് കഴിച്ച് അവര് ശരിക്കും ഫീസ്റ്റ് ചെയ്യായിരുന്നു. അവര് തിന്ന് സുഖിച്ചു കിടക്കായിരുന്നു. ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻ, ഏറ്റവും നല്ല വൈൻ കുടിച്ച് ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് 30 ദിവസം അവർ കളഞ്ഞു. എന്തെങ്കിലും വരച്ചോ? അവര് പടം വരെയല്ലായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് 30 ദിവസം കേട്ടോ. ഓൺ ദ 31st ഡേ, അപ്പൊ 30 ദിവസം ഡ്യൂക്ക് ഒന്നും വന്നില്ല. 31ാമത്തെ ദിവസം ഓൺ ദ 31st ഡേ ദ ആർച്ച്ഡ്യൂക്ക് thrust his nose, മൂക്ക് in the through the door. നമ്മള് ഡോറിലേക്ക് ഇങ്ങനെ ഒളിച്ചു നോക്കുമ്പോ നമ്മുടെ മൂക്ക് എവിടെയാണ്? വാതിൽമ തട്ടില്ലേ, അമരില്ലേ? അപ്പൊ മൂക്ക് ഇങ്ങനെ അമരാന്ന് പറഞ്ഞാൽ എന്താണ്? ഡോറിന്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ്. ആൻഡ് സെഡ് ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിന്റിംഗ്. പടം വരച്ച് കഴിയേണ്ട സമയമായി, ഒരു മാസമായി. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഈസ് ഇറ്റ് റെഡി? റെഡി ആയോ? എനിക്ക് ഈഗർ ആണ്, ഐ ആം ഈഗർ. എനിക്ക് ഭയങ്കര ആവേശം തോന്നുന്നു, പടം ഒന്ന് കാണണം, എന്റെയും എന്റെ കൊട്ടിയേഴ്സിന്റെയും പടം കാണണ്ടേ? നീ വരച്ചു കഴിഞ്ഞു എന്ന്. ടിൽ സെഡ് ദാറ്റ്, ടിൽ വരച്ചു കഴിഞ്ഞിട്ടില്ല എന്നല്ല, ടിൽ എന്താ പറഞ്ഞത്? ടിൽ സെഡ് ദാറ്റ് ദ പിക്ചർ വാസ് ബീങ് കംപ്ലീറ്റ് ആവാറായിരുന്നു. ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ്, കുറച്ച് ദിവസം കൂടി വേണം ടു ഫിനിഷ് അവസാനിക്കാൻ. അപ്പൊ അവസാനിക്കാൻ എനിക്ക് കുറച്ച് ദിവസം കൂടി തന്നാൽ ഞാൻ ഇതൊന്ന് അവസാനിപ്പിക്കാം. ആർച്ച്ഡ്യൂക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞത്. അയാൾ എന്താ പറഞ്ഞത്? റിപ്ലൈഡ് ദാറ്റ് ആസ് ലോങ് ആസ് ദ പെയിന്റിംഗ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞേ, സാധാരണ പരീക്ഷ എഴുതുമ്പോ ഒക്കെ നിങ്ങൾ എന്താ ചെയ്യാം? ടീച്ചർ തട്ടിപ്പറിച്ചു വാങ്ങിച്ചുകൊണ്ട് എനിക്ക് അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റിയില്ല പറയാറുള്ള എക്സ്ക്യൂസ് അല്ലേ? ഇല്ല, എല്ലാവരും പറഞ്ഞ എക്സ്ക്യൂസാ. കുറച്ചും കൂടി സമയം കിട്ടിയെങ്കിൽ ആ ടീച്ചർ സമയം തരാത്താൻ എനിക്ക് ശരിക്കും അവസാനിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ശരിക്കും എഴുതിയിരുന്നു കിട്ടാണ്ടായി ഇരുന്നിട്ടുണ്ടാവാ അല്ലേ? ഇവിടെയും അവൻ ആവശ്യപ്പെടുകയാണ്. ടില്ല് എന്താ ആവശ്യപ്പെട്ടത്? അതുപോലെ ടില്ല് പറയാണ് എനിക്ക് കുറച്ചും കൂടി സമയം താ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട്. അപ്പൊ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു ശരി ഞാൻ തരാം, കാരണം ഇനി ഞാനത് വാങ്ങിച്ചതിന്റെ പേരിൽ നിനക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ നീ അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഐ വിൽ ഗിവ് യു സം മോർ ടൈം. എവറി ഡീറ്റെയിൽ പെർഫെക്റ്റ് ആവണട്ടോ അത്. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്, ക്ഷമ. ഞാൻ ക്ഷമയോടുകൂടി നിന്നോളാം, ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്നോളാം, കുറച്ച് ദിവസം കൂടി തരാം, നീ അത് അവസാനിപ്പിച്ചോ. കാരണം എല്ലാം പെർഫെക്റ്റ് ആണ്, തിരക്ക് പിടിച്ച് ഇനി പടം മോശമായി എന്ന് പറയരുത്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സമയം. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 ഡിഡ് നോട്ട് മാറ്റർ, ഹി സെഡ്. കുഴപ്പമില്ല, 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ ആയാലും കുഴപ്പമില്ല, 1 or 2 ആഴ്ചയും കൂടി ഞാൻ നിനക്ക് തരാം, നീ പെർഫെക്റ്റ് ആക്കിക്കൊള്ളാൻ പറയാണ്. നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ടില്ല് പറയുന്നത് എന്താണ്? ടില്ല് എത്ര ദിവസം വരച്ചു? 30 days. 30 ദിവസം കഴിഞ്ഞ് 31st ഡേയിൽ കിങ് വന്നു, കാണിച്ചു കൊടുത്തോ?
ഇല്ല, കുറച്ച് സമയം കൂടി വേണമെന്ന് വന്നു. അപ്പൊ കിങ് എത്ര സമയം കൂടി കൊടുത്തു? 2 weeks, 1 അല്ലെങ്കിൽ 2 ആഴ്ച. ഹി വിൽ ബി പേഷ്യന്റ്, ക്ഷമയോടുകൂടി ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയുകയാണ്. അപ്പൊ ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം നമുക്ക്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 12ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചതാണ് അല്ലെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ടിൽ തിങ്ക് ദാറ്റ് ഇഫ് ഹി പെയിന്റഡ് ദ പിക്ചർ ഹി വുഡ് ഡെഫിനറ്റ്ലി ബി കിൽഡ്? എന്തുകൊണ്ടാണ്? ഇഫ് ഹി പെയിന്റ് ദ പിക്ചർ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ഡെഫിനറ്റ്ലി ബി കിൽഡ്, കൊല്ലുമെന്ന് അവന് ഉറപ്പായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ്? 10th പാരഗ്രാഫ് എടുക്കാം. കണ്ടില്ലേ 10ാമത്തെ പാരഗ്രാഫില്, either the archduke will have me slaughtered like a pig for disobeying him, or the courtiers will have me murdered for painting them as they really are. കണ്ടോ? 10ാമത്തെ പാരഗ്രാഫില് 2ാമത്തെ ലൈനിൽ 3ാമത്തെ ലൈനില് 10ാമത്തെ പാരഗ്രാഫ് 3ാമത്തെ ലൈനില്, either the archduke will have me slaughtered like a pig, പിഗിനെ പോലെ സ്ലോട്ടേഡ് ചെയ്യും, for having disobeying, അവൻ അനുസരിക്കാത്തതിന്റെ പേരിൽ അല്ലെ. കോർട്ടിയേഴ്സിന് നല്ല ഭംഗിയിൽ വരച്ചാൽ കിങ് കൊല്ലും. അതല്ലെങ്കിൽ the courtiers will be murdered for painting them as they really are. അവരെങ്ങനെയാണോ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവര് കോർട്ടിയേഴ്സ് കൊല്ലും, കാരണം അവരെ ഭംഗി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. കിട്ടിയില്ലേ 13ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും? അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ, what will Till do to save himself for being killed? Himself from being killed, എന്തായാലും അവൻ കൊല്ലപ്പെടും. വരച്ചാൽ കിങ് കൊല്ലും, അല്ലെങ്കിൽ കോർട്ടിയേഴ്സ് കൊല്ലും. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അവൻ കൊല്ലപ്പെടാതിരിക്കാൻ, അതിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ അവൻ എന്താ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? എന്താ ചെയ്യാൻ തീരുമാനിച്ചത്? ഇവിടെ തന്നെ പറയുന്നത് എവിടെയാ? ആ പാരഗ്രാഫിലാണ് കേട്ടോ. 10ാമത്തെ പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് ലൈൻ, ഇറ്റ് ഈസ് വൈസർ. കണ്ടോ അതെല്ലാരും? 10ാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈൻ, it is wiser, അവിടെ നോക്കി മതി കേട്ടോ. ലാസ്റ്റ് ലൈൻ ആണ്, it is wiser not to paint the picture at all. എന്താ അവൻ തീരുമാനിച്ചത്? കൊല്ലപ്പെടാണ്ടിരിക്കാൻ അവനൊരു തീരുമാനം എടുത്തു. എന്തായിരുന്നു? not to paint the picture. കിട്ടിയില്ല എല്ലാവർക്കും? പഠിച്ചോ? എന്താ അവൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? കാരണം പടം വരച്ചാൽ ഒന്നില്ലെങ്കിൽ കിങ് കൊല്ലും, അല്ലെങ്കിൽ കോർട്ടിയേഴ്സ് കൊല്ലും. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് തീരുമാനിച്ചു? not to paint the picture. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, how did Till manage to stay the court for long? How did Till manage? എങ്ങനെയാണ് അവൻ സമയം ചെലവഴിച്ചത്? How many days did he finally get to complete the picture? അവസാനം എത്ര സമയം എടുത്തു എന്ന്. എങ്ങനെയാ അവൻ ടൈം സ്പെൻഡ് ചെയ്തത്? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ കൊടുത്തത്? ഇവിടെ പറയുന്നുണ്ട്. കിങ്ങിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? The archduke അവനോട് പറയാണ് എന്താണ്? The picture was being completed and that he needed some more days to finish. കുറച്ചുകൂടി ദിവസം വേണം എന്ന് അവൻ ആവശ്യപ്പെട്ടു എന്ന്. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, how many days did he finally take? എത്ര സമയമാണ് അവൻ എടുത്തതെന്ന്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം എത്ര സമയം ഇപ്പൊ എടുത്തു? ഇപ്പൊ നമ്മൾ എടുത്തത് എവിടത്തോളം വരിക? 30 ദിവസം അല്ലെ. 30 ദിവസം, ഒരു മാസം അവനെടുത്തു. 31st ഡേയിൽ കിങ് വന്നു, പെയിന്റ് ചെയ്തിട്ടില്ല. കിങ് തിരിച്ചു പോവാണ്. എത്ര ദിവസം കൂടി തന്നു? വീണ്ടും 2 ആഴ്ച. അപ്പൊ എത്ര ദിവസം ടോട്ടൽ എടുത്തു എന്ന് നമുക്ക് അവസാനമായുള്ളൂ. പാഠം എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം ഇടാം. അപ്പൊ ഹൗ മെനി ഡേയ്സ് ഡിഡ് ഹി ടേക്ക്? എത്ര ദിവസം എടുത്തു എന്ന്. അതിന്റെ ഉത്തരം ഇപ്പൊ പഠിക്കേണ്ട, കാരണം നമുക്ക് ഈ പാഠം എടുത്തു കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ കഴിയുമ്പോഴാണ് അറിയുള്ളൂ എത്ര ദിവസം. ഇപ്പൊ 30 ഡേ ആയിട്ടുള്ളൂ. 31st ഡേയിലാണ് കിങ് വന്നേക്കണേ. വീണ്ടും ഇനി 2 ആഴ്ച കൂടി കൊടുത്തിട്ടുണ്ടാവും. വരച്ചു കഴിയുമെന്ന് അറിയില്ല. അപ്പൊ എത്ര ദിവസമായി എന്നുള്ളത് നിങ്ങള് അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അതിന്റെ ഉത്തരം അത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോ ഇന്ന് 13, 14, 15 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻ നാളേക്ക് പഠിക്കാം.